സ്വാഗതം. നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ജെർമിനേഷൻ, അതായത് നമ്മൾ കുറച്ച് വിത്തുകൾ ജെർമിനേഷൻ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ ആണ്. അത് കുറച്ച് റയർ പ്ലാന്റ്സിൻ്റെയാണ്. അത് കുറച്ച് പാടാണ് അതൊന്ന് ജെർമിനേഷൻ ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത്. അത് നിങ്ങളെ കുറേ ആൾക്കാർക്ക് അറിയുമെന്ന് വിചാരിക്കണം. നമ്മളെ സൊക്കോട്ടർണം ഐലൻഡിലുള്ള നല്ല ഹാബിറ്റാറ്റ് പ്ലാന്റുകളുടെ സീഡുകളാണ്. അതായത് സൊക്കോട്ടർണം, അതുപോലെ തന്നെ ഡോറസ്റ്റിന, ജിഗാസ്, ബുള്ളറ്റ് അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ട്. ഇത് ഹാബിറ്റാറ്റ് പ്ലാന്റുകളാണ്. സൊക്കോട്ടർണം ഐലൻഡിലെ പ്രീഷ്യസ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് രണ്ടും. അത് ഒത്തിരി വിലയുണ്ട്, വിത്തുകൾക്കായാലും നല്ല വിലയുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ജെർമിനേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക. അപ്പോൾ സൊക്കോട്ടർണം ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ ഞാൻ ചെറിയൊരു കാണിച്ചില്ല. സൊക്കോട്ടർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു തൈയാണിത്. ഇത് ഒത്തിരി വലുതാവുന്നൊരു പ്ലാന്റാണ്, പക്ഷേ കുറേ സമയമെടുക്കും ഇതൊന്ന് വലുതായി കിട്ടാനായിട്ട്. അതുപോലെ തന്നെ ഡോറസ്റ്റിനയിൽ ഒത്തിരി വെറൈറ്റികളുണ്ട്, ഒത്തിരി സ്പീഷീസുകളുണ്ട് ഡോറസ്റ്റിനയിൽ. ഇത് ഡോറസ്റ്റിന ക്രിസ്പയാണ്. ഇത് ഉണ്ടോ, ഇത് ഡോറസ്റ്റിന ക്രിസ്പ. ഇത് ജസ്റ്റ് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലെല്ലാം നമുക്ക് സീഡ് കിട്ടും. ഇതൊരു ചെറിയ പ്ലാന്റ്, ഇത് ഫ്ലവർ ചെയ്ത് ഇതിങ്ങനെ സീഡ് ഇങ്ങനെ ആയി തുടങ്ങിയിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ സീഡ് കിട്ടുമെന്ന് വിചാരിക്കും. ഇതുപോലത്തെ പ്ലാന്റാണ്. ഇത് കുറച്ച് സമയമെടുക്കും. ഇതുപോലെ തന്നെ ഡോറസ്റ്റിന് ജിഗാസ് ബുള്ളറ്റ, അതിൻ്റെ സീഡും ചെറിയൊരു നമ്മളെ കടുകുമണി പോലത്തെ സീഡാണ്. ഒരെണ്ണത്തിന് നല്ല വിലയുണ്ട്, 300 രൂപയോളം നമുക്കതിന് വില വരുന്നുണ്ട്. അതുപോലെ തന്നെ സൊക്കോട്ടർണത്തിൻ്റെ സീഡിന് നമുക്ക് വില വരുന്നത് ഏകദേശം ഒരു 150 രൂപ നമുക്കൊരു സീഡിന് വില വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇന്നലെ നമ്മൾ സൊക്കോട്ടർണ സീഡുകൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ജെർമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ അത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ജെർമിനേഷൻ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുപോകുക കേട്ടോ. അപ്പോൾ സീഡുകളും വിത്തുകളൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ ഡിസ്പ്ലേ മുകളിൽ നമ്മൾ കോൺടാക്ട് നമ്പർ ഉണ്ട്. പ്ലാന്റുകളും അഡീനിയം പ്ലാന്റുകൾ, അറേബ്യക്കൻ പ്ലാന്റുകൾ, അതുപോലെ തന്നെ വിത്തുകൾ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. സെയിൽസ് നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി പേര് സെയിൽസിന് നമ്മൾ സഹകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി പേര് നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ജെർമിനേഷൻ എങ്ങനെ ചെയ്തെടുക്കാം, അതായത് അഡീനിയം, സൊക്കോട്ടർണം, അതുപോലെ തന്നെ ഡോറസ്റ്റിന ജിഗാസ്. ഇത് ക്രിസ്പിയാണ്. ഡോറസ്റ്റിന ജിഗാസ് വേറെ ഇതാണ്. ഞാനതിൻ്റെ ഒരു ഫോട്ടോ ഇതിലൊക്കെ കാണിച്ചു തരാം. അതിൻ്റെ സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കടുക് വരെ മാറിപ്പോവും, അങ്ങനത്തെ സീഡാണത്. കേട്ടോ, ഇതിൻ്റെ ഉള്ളൊരു 5 സീഡുണ്ട്. പെട്ടെന്ന് കാണില്ല. നമ്മളെ കടുക് മണിനേക്കാളും ചെറുതാണ് ഇതിൻ്റെ സീഡ്. അതുപോലെ തന്നെ സൊക്കോട്ടർണം സീഡ് നമ്മളെ അഡീനിയം സീഡിൻ്റെ ആ ഒരു സൈസ് ഉണ്ടാവും സൊക്കോട്ടർണം സീഡ്. അതെ, അപ്പോൾ ഇതിൻ്റെ ജെർമിനേഷൻ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് സൊക്കോട്ടർണം സീഡ് നമുക്ക് ജെർമിനേഷൻ ചെയ്യാനായിട്ട് നല്ലൊരു കണ്ടെയ്നർ വേണം. അതിൽ ഒരു ടിഷ്യൂ പേപ്പർ വയ്ക്കുക. നമ്മൾ സാധാരണ അറേബ്യക്കൻ സീഡുകളൊക്കെ നമ്മൾ ജെർമിനേഷൻ ചെയ്യുന്ന പോലെ തന്നെ ഒരു ടിഷ്യൂ പേപ്പർ വയ്ക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം നന്നായി ഒന്ന് സ്പ്രേ ചെയ്യുക. ഇതുപോലെ നന്നായി വെള്ളം സ്പ്രേ ചെയ്യുക. അതിനുശേഷം നമ്മൾ സീഡുകൾ അതിലേക്ക് ഇട്ട് വയ്ക്കുക. ഇതാണ് സൊക്കോട്ടർണം സീഡ്. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇത് നമ്മളിന്ന് ജെർമിനേഷൻ ചെയ്യാൻ വേണ്ടി, അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കുതിർന്നുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് നമ്മളെ കണ്ടെയ്നറിലേക്ക് മാറ്റി വയ്ക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടെയ്നറിലേക്ക് നമ്മൾ ഈ 5 സീഡ് നമ്മൾ മാറ്റി വെച്ചു. വീണ്ടും നമ്മളൊരു ടിഷ്യൂ പേപ്പർ എടുത്തു, അതിൻ്റെ മീതെ വെച്ചു. വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും.
ഇനി ഇത് നന്നായി അടച്ചു വയ്ക്കുക. നമ്മൾ സപ്പോർട്ടറിന് പേര് എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഡേറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായി എയർടൈറ്റുള്ള കണ്ടെയ്നറാണ്. ഇത് നല്ലൊരു ഡയലൈറ്റ് കിട്ടുന്ന, നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് കീപ്പ് ചെയ്യുക. മനസ്സിലായി? ഇതാണ് നമ്മളെ സപ്പോർട്ടറിന് നമ്മൾ ടിഷ്യൂ പേപ്പറിൽ ജെർമിനേറ്റ് ചെയ്യുന്ന രീതി. ഇനി നമുക്ക് നമ്മളെ ഡോറസ്റ്റിന ജിഗാസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ പോട്ടി മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ജെർമിനേഷന് വേണ്ടിയിട്ട്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് സിൻഡർ, അതുപോലെ തന്നെ റൈസേഴ്സ്ക്ക്, അതുപോലെ തന്നെ വെർമിക്കുലേറ്റ്, അതുപോലെ നമ്മളെ പെർലൈറ്റ്സ്, നല്ല കോർസാൻഡ്, ഇതെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട്. കാരണം ഇതിൽ ഫംഗൽ വരാനായിട്ട് ഒത്തിരി ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ആവശ്യം ഒരു 2-4 ഇതുപോലത്തെ കൊക്കോ ചിപ്സ്. മനസ്സിലായി? അധികം വേണ്ട, ഇത്ര തന്നെ ധാരാളം തന്നെയാണ് ഇതിലേക്ക്. കേട്ടോ. ഇനി നമുക്ക് ഇതിപ്പോൾ ഞാൻ 2-3 ദിവസം മുന്നേ കഴുകി വൃത്തിയാക്കി വാഷ് ചെയ്ത് നന്നായി ക്ലിയറാക്കി വെച്ചിട്ടുള്ളതാണ്. നമുക്കിതിലേക്ക് ജസ്റ്റ് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ കടുകുമണി പോലത്തെ നമ്മളെ ജിഗാസിൻ്റെ സീഡുകൾ നമുക്കിതിലേക്ക് പ്ലേസ് ചെയ്യാം. കടുകുമണിയേക്കാളും ചെറുതാണിത്. നമ്മൾ സീഡുകൾ ഇരിക്കിയിട്ടുണ്ട്. സീഡുകൾ കാണാനില്ല സത്യം പറഞ്ഞാൽ. ഞാനിപ്പോൾ ഏകദേശം നമ്മളൊരു ഐഡിയ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ 5 സീഡ് എവിടെയൊക്കെ പ്ലേസ് ചെയ്തില്ലെന്നുള്ളത് നമുക്ക് നല്ല നിശ്ചയമുണ്ട്. ഇത് കാണാൻ തന്നെയില്ല. മറ്റുള്ള നമ്മളെ അഡീനിയം സീഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് കാണാൻ തന്നെ ഇല്ല. പിന്നെ നമുക്കിതിന് മീതെ ഈ കൊക്കോ ചിപ്സ് നന്നായി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് തരിക. ഇത് നമുക്ക് ഒരു ടെമ്പറേച്ചർ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. വെറുതെ നമ്മളിങ്ങനെ ഒന്ന് പിഞ്ചി ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ നമ്മളതും ചെയ്തു വെച്ചിട്ടുണ്ട്. അതെ, ഇപ്പോൾ നമ്മൾ ഡോറസ്റ്റിന ജിഗാസും നമ്മളെ അഡീനിയം സൊക്കോട്ടനും നമ്മൾ ജെർമിനേഷന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു കണ്ടെയ്നർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം. എന്തെങ്കിലും എന്താ പറയുക, നമ്മളെ പോളിത്തീൻ കവർ കൊണ്ടോ എന്തെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം. അത് കുഴപ്പമില്ല. അതെല്ലാം നിങ്ങൾക്ക് വെച്ചാൽ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ടൈറ്റായിട്ട് കവർ ചെയ്ത് വയ്ക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ആ ഒരു ഹ്യൂമിഡിറ്റി കുറച്ച് 2-3 ദിവസത്തേക്ക് ആ ഹ്യൂമിഡിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ ഡോറസ്റ്റിന ജിഗാസിൻ്റെ സീഡ് ഭയങ്കര സംഭവം തന്നെയാണ്. കടുകുമണിയേക്കാളും ചെറുതാണ്. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് നമ്മളെ കിളികൾക്ക് കൊടുക്കുന്ന തനെയാണ്, അതായത് കിളികളുടെ വുഡാണ്. ഇതിനേക്കാളും ചെറുതാണ്. കടുകുമണിനേക്കാളും ചെറുതാണ് അതിൻ്റെ സീഡ്. അപ്പോൾ നിങ്ങൾക്ക് സീഡുകൾ വിത്തുകളൊക്കെ ആവശ്യമുള്ളവരെന്ന് വെച്ചാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. അതുപോലെ നമ്മൾ ജെർമിനേഷനൊക്കെ നമ്മൾ ചെയ്ത് നോക്കുക. അതൊക്കെ നമുക്കൊരു പരീക്ഷണങ്ങളാണ്. സംഭവം ലേശം പൈസ കൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് പരീക്ഷണങ്ങൾ വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല സംഭവമല്ലേ. അല്ലേ? അപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ സീഡ് ജെർമിനേറ്റ് ചെയ്താൽ ഇത് ഒത്തിരി വർഷം പ്രായമായിട്ടുണ്ട് ഈ ഒരു ഡോറസ്റ്റിന ക്രിസ്പ. മനസ്സിലായോ? അപ്പോൾ നിങ്ങളിതുപോലൊക്കെ ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള പ്ലാന്റുകൾക്ക് വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള റയർ എക്സോട്ടിക് ആയിട്ടുള്ള പ്ലാന്റുകൾ
ജെർമിനേഷൻ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ബൈ, താങ്ക് യു.